കയ്യിൽ കാശില്ലാത്തതുകൊണ്ട് KSRTC ബസ്സിലിരുന്ന് ടിക്കറ്റ് എടുക്കാൻ ചില്ലറ തപ്പുന്ന സാധാരണക്കാരും കഷ്ടപ്പെട്ട് ലോണെടുത്ത വണ്ടിയുടെ EMI അടയ്ക്കാൻ പാടുപെടുന്ന ഇടത്തരക്കാരും കൃത്യമായി ടോൾ നൽകുമ്പോൾ കോടീശ്വരന്മാർക്ക് വെറും 130 രൂപ പോലും നൽകാൻ മടി. പന്തീരങ്കാവ് ദേശീയപാത ബൈപ്പാസിലെ ഒളവണ്ണ ടോൾ പ്ലാസയിലാണ് 9 കോടിയിലധികം രൂപ വിലമതിക്കുന്ന ആഡംബര കാറായ റോൾസ് റോയ്സ് ഗോസ്റ്റ് ടോൾ നൽകാതെ വെട്ടിച്ചു കടന്നത്. ഫാസ്ടാഗിൽ പണമില്ലെങ്കിൽ സാധാരണക്കാരന്റെ വണ്ടി തടഞ്ഞു നിർത്തി ഇരട്ടി തുക പിഴ ഈടാക്കുന്ന ടോൾ പ്ലാസകളിൽ 9 കോടിയുടെ കാറിലെത്തിയവർ കാട്ടിയ ഈ ധിക്കാരത്തിനെതിരെ സോഷ്യൽ മീഡിയയിലടക്കം കടുത്ത അമർഷമാണ് ഉയരുന്നത്. നിയമം പാവങ്ങൾക്ക് മാത്രമാണോ എന്ന ചോദ്യമുയർത്തി വലിയ ചർച്ചയായിരിക്കുകയാണ് ഈ സംഭവം. കഴിഞ്ഞ 4 വൈകിട്ട് 3:36 സംഭവം. രാമനാട്ടുകരയിൽ നിന്ന് വെങ്ങളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഹരിയാന രജിസ്ട്രേഷനിലുള്ള റോൾസ് റോയ്സ് കാർ മുൻപിലുണ്ടായിരുന്ന വാഹനം ടോൾ നൽകി കടന്നുപോയതിന് പിന്നാലെ ടോൾ പ്ലാസയിലെ ജീവനക്കാർ സുരക്ഷാ ബാരിയർ താഴ്ത്തുന്നതിന് മുൻപ് തന്നെ റോൾസ് റോയ്സ് കാർ മിന്നൽ വേഗത്തിൽ അപ്പുറത്തേക്ക് ഓടിച്ചു പോവുകയായിരുന്നു. കോടികൾ വിലയുള്ള കാറിന്റെ ഉടമസ്ഥൻ വെറും 130 രൂപ ലാഭിക്കാൻ കാണിച്ച ഈ കുറുക്കുവഴി ടോൾ പ്ലാസയിലെ CCTV ക്യാമറകളിൽ കൃത്യമായി പതിഞ്ഞിട്ടുണ്ട്. റോൾസ് റോയ്സ് മാത്രമല്ല, ഹരിയാന രജിസ്ട്രേഷനിലുള്ള മറ്റൊരു വണ്ടിയും സമാനമായ രീതിയിൽ പലതവണ ഈ ടോൾ പ്ലാസയിൽ പണം നൽകാതെ വെട്ടിച്ചു കടന്നിട്ടുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു. ദിനംപ്രതി ലക്ഷറി കാറുകൾ ഉൾപ്പെടെയുള്ള നിരവധി വാഹനങ്ങളാണ് ഇത്തരത്തിൽ ജീവനക്കാരുടെ കണ്ണു വെട്ടിച്ച് കടന്നുപോകുന്നത്. ഇത്തരം വമ്പന്മാർക്കെതിരെ ഡിജിറ്റൽ തെളിവുകൾ സഹിതം പന്തീരങ്കാവ് പോലീസിൽ ടോൾ അധികൃതർ പരാതി നൽകിയിരിക്കുകയാണ്. ഇതിനു പുറമെ ബ്രിട്ടീഷ് ആഡംബര കാർ നിർമ്മാതാക്കളായ റോൾസ് റോയ്സ് കമ്പനിക്കും അധികൃതർ ഔദ്യോഗികമായി പരാതി അയച്ചിട്ടുണ്ട്. കോടികൾ മുടക്കി കാർ വാങ്ങാൻ പണമുള്ളവർക്ക് ഒരു നാടിന്റെ വികസനത്തിനായി നിശ്ചയിച്ചിട്ടുള്ള ചെറിയ തുക നൽകാൻ തോന്നാത്തത് കടുത്ത നിയമലംഘനവും പൊതുസമൂഹത്തോടുള്ള വെല്ലുവിളിയുമാണ്. പാവങ്ങളെ നിയമം പറഞ്ഞ് പേടിപ്പിക്കുന്നവർ ഇത്തരം വമ്പൻ സ്രാവുകളെ കണ്ടില്ലെന്ന് നടിക്കരുത്. പരാതി പോലീസിലെത്തിയ സ്ഥിതിക്ക് CCTV ദൃശ്യങ്ങൾ മുൻനിർത്തി ഈ ആഡംബര കള്ളന്മാരെ അടിയന്തരമായി പിടികൂടി മാതൃകാപരമായ കടുത്ത ശിക്ഷയും പിഴയും ഈടാക്കണമെന്നാണ് നാട്ടുകാരുടെയും പൊതുസമൂഹത്തിന്റെയും ശക്തമായ ആവശ്യം.